RSP നേതാവ് വി പി രാമകൃഷ്ണപിള്ളയും എൻ കെ പ്രേമചന്ദ്രൻ എംപിയും കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, കഴിഞ്ഞ ദിവസം വി പി രാമകൃഷ്ണപിള്ള അതൃപ്തി നിലപാട് RSPയുടെ നിലപാട് സംബന്ധിച്ചും പോക്ക് സംബന്ധിച്ച് അതൃപ്തി അറിയിച്ചിരുന്നു. മാത്രമല്ല രാമകൃഷ്ണയുടെ മകൾ CPMലേക്ക് വരുന്ന സാഹചര്യവും ഇതൊക്കെ തന്നെ ഈ സാഹചര്യങ്ങളുടെ ഈ പശ്ചാത്തലത്തിലാണോ ഇന്നത്തെ കൂടിക്കാഴ്ച? തീർച്ചയായും വി പി രാമകൃഷ്ണപിള്ള RSPയുടെ നിലവിൽ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന സ്ഥാപക നേതാവാണ്. അദ്ദേഹം തന്നെയാണ് ഇന്നലെ മകളുടെ പാർട്ടിയിലെ രാജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാധ്യമങ്ങൾ, കേരളി പീപ്പിൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ വി പി രാമകൃഷ്ണൻ പറഞ്ഞത് RSP നേതൃത്വത്തിൽ തിരുത്തൽ വേണം, ഈ RSPയുടെ പോക്ക് ശരിയല്ല, തീർച്ചയായും തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. താൻ പക്ഷേ മരണം വരെ ഇതിൽ ഉണ്ടാവുമെങ്കിലും ഇങ്ങനെ തുടർന്നാൽ RSPയുടെ ഗതി ദുർഗതിയാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ഇതിലെ ഒരു പ്രതിഷേധം, വി പി രാമകൃഷ്ണയുടെ വാക്കുകളിൽ പ്രതിഷേധമുണ്ട്. മകളുടെ പോക്കിൽ പിതാവ് അറിയാതെയാണ് പോയി എന്ന് മകൾ പറഞ്ഞെങ്കിലും തീർച്ചയായും വി പിയുമായി ആലോചിച്ച് തന്നെ ആയിരിക്കണം മകൾ പാർട്ടി വിട്ടിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വി പി രാമകൃഷ്ണപിള്ളയെ ഇന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചത്. മുമ്പ് ഷിബു ബേബി ജോൺ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നത് വി പി രാമകൃഷ്ണപിള്ളയുടെ പിറന്നാൾ ആഘോഷത്തിനാണ്. അന്ന് RSPയും തമ്മിൽ RSP ലയിച്ചിരുന്ന ഒരു സമയമായിരുന്നില്ല. വി പി രാമകൃഷ്ണപിള്ളയെ പ്രലോഭിപ്പിച്ചിട്ട് ഇതിലേക്ക് RSPയിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ UDFിലേക്ക് പാളത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നത് മന്ത്രി ഷിബു ബേബി ജോൺ ആയിരുന്നു. വി പി രാമകൃഷ്ണപിള്ളയാണ് അദ്ദേഹം അതിന് കൂടിക്കാഴ്ച പലതവണ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വി പിയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് മന്ത്രി ഷിബു ബേബി ജോൺ അദ്ദേഹത്തെ ചെന്ന് കണ്ടിരിക്കുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.